സഹോദരനും സഹോദരിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധം, അതിന് 2.5 വയസ്സുള്ള കുഞ്ഞ് തടസ്സമായപ്പോൾ നടത്തിയ കൊലപാതകം. തിരുവനന്തപുരം ബാലരാമപുരത്തെ ദേവനന്ദ എന്ന കുരുന്നിനെ കൊലപ്പെടുത്തിയ സംഭവം ഒരു നാടിനെ മുഴുവൻ നടുക്കിയ കേസാണ്. കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെയും സഹോദരൻ ഹരികുമാറിന്റെയും ബന്ധത്തിന് കുഞ്ഞ് തടസ്സമായതാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. ഇരുവരുടെയും വാട്സാപ്പ് ചാറ്റുകളാണ് കേസിൽ നിർണായകമായത്. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെ അമ്മ ശ്രീതുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനിടെ കുഞ്ഞിന്റെ പിതൃത്വം സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കുട്ടിയുടെ DNA-ക്ക് ശ്രീതുവിന്റെ ഭർത്താവിന്റെയും അമ്മാവിന്റെയും DNA-യുമായി പൊരുത്തമില്ലെന്ന് തെളിഞ്ഞതോടെ മറ്റൊരു ബന്ധത്തിലെ കുഞ്ഞാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. ബാലരാമപുരം കോട്ടുകാൽക്കോണം സ്കൂളിന് മുന്നിലെ വാടക വീട്ടിൽ വെച്ച് ജനുവരി 30-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പമായിരുന്നു ശ്രീതുവിന്റെ താമസം. ശ്രീതുവിന്റെ ജീവിത രീതികളോട് യോജിക്കാൻ കഴിയാത്തതിനാൽ ഭർത്താവ് പാറശാലയിലെ സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ശ്രീതുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഭർത്താവ് വീട്ടിലെത്തിയ ദിവസമാണ് ആസൂത്രിതമായി കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രാവിലെ 5-ന് ശ്രീതു ശുചിമുറിയിൽ പോയ സമയത്താണ് അവരുടെ മുറിയിൽ കിടന്ന കുഞ്ഞിനെ വീട്ടുവളപ്പിലെ കിണറ്റിലിട്ടതെന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ശ്രീതുവിന്റെ ഭർത്താവാണ് കൊലപാതകം നടത്തിയതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. മെത്തയും ഷൂസുമാണ് തീയിട്ടത്. 1-ാം പ്രതി ഹരികുമാർ തീയിടുമ്പോൾ ശ്രീതുവിന് ഇക്കാര്യം അറിയാമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അയൽക്കാർ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഹരികുമാർ കുറ്റം സമ്മതിച്ചു. ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാറിന് കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഹരികുമാറിന്റെ ചില താൽപര്യങ്ങൾക്ക് കുട്ടി തടസ്സമായതിനാൽ സഹോദരിയോട് ഇയാൾക്ക് ദേഷ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ശ്രീതുവും ഹരികുമാറും നടത്തിയ ഫോൺ ചാറ്റുകളിൽ നിർണായകമായ വിവരങ്ങൾ തുടക്കത്തിലെ പോലീസിന് ലഭിച്ചിരുന്നെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിലാണ് അറസ്റ്റ് നീണ്ടുപോയത്. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നത് പോലീസിന്റെ പരിഗണനയിലുണ്ട്. ശ്രീതുവിന്റെ ബന്ധങ്ങളിൽ സംശയമുണ്ടായിരുന്നതിനാലാണ് പിതൃത്വം സംബന്ധിച്ച DNA പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കുട്ടിയെ ഒഴിവാക്കാനുള്ള കാരണം അറിയാൻ കൂടിയായിരുന്നു ഇത്. ശ്രീതുവിന്റെ ഭർത്താവ്, സഹോദരൻ എന്നിവരുടേതടക്കം 4 പേരുടെ DNA സാമ്പിളുകളിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിലും ഇവരാരുമല്ല മരിച്ച കുട്ടിയുടെ അച്ഛനെന്ന് തെളിഞ്ഞു. പിതൃത്വം സംബന്ധിച്ച പരാതികളൊന്നും ലഭിക്കാത്തതിനാൽ അത് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീതു ജയിലിലായിരുന്നു. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ദമ്പതികളുടെ സഹായത്തോടെ അടുത്തിടെയാണ് ജാമ്യം തേടി പുറത്തിറങ്ങിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.